വടക്കഞ്ചേരിക്കടുത്ത് മുടപ്പല്ലൂരിൽ തെരുവുനായ ആക്രമണം. സ്കൂൾ വളപ്പിൽ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. വീടിന്റെ മുൻവശത്ത് ഉറങ്ങാൻ കിടന്നയാൾക്കും ക്ഷേത്ര ദർശനത്തിനെത്തിയയാൾക്കും കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. മുടപ്പല്ലൂർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ 8 വയസ്സുള്ള അഭിനവ് ദേവ്, 12 വയസ്സുള്ള അനുസ്മയ, 53-കാരനായ ചക്കാന്തറ പ്രകാശ്, 59-കാരൻ കുട്ടൻ, 49-കാരനായ പനങ്കുളമ്പ് സ്വദേശി വിനു എന്നിവർക്കാണ് കടിയേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 3:30-യോടെ അഭിനവ് ദേവിന് സ്കൂൾ വളപ്പിൽ വെച്ചാണ് തൊടിയിൽ കടിയേറ്റത്. ജില്ലാശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അനുസ്മയ്ക്ക് സ്കൂളിനടുത്തു തന്നെയുള്ള വീടിന് സമീപത്ത് വെച്ചാണ് കടിയേറ്റത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് മുടപ്പല്ലൂർ പനങ്കുളമ്പിലുള്ള വീടിന് മുൻവശത്തെ സിറ്റൌട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന വിനുവിന് കടിയേറ്റത്. കാലിലെ വിരലിന് പരിക്കേറ്റ വിനു ജില്ലാശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കുട്ടന് അതിരാവിലെ പത്രവിതരണത്തിനിടെയാണ് കടിയേറ്റത്. ചക്കാന്തറ പ്രകാശൻ വെള്ളിയാഴ്ച പുലർച്ചെ മുടപ്പല്ലൂർ അഴീക്കുളങ്ങര ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയപ്പോഴാണ് നായയുടെ കടിയേറ്റത്. എല്ലാവരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. നായയ്ക്ക് പേവിഷബാധയെന്ന് സംശയം. സമീപത്തെ നിരവധി വളർത്തുനായ്ക്കളെയും തെരുവുനായ്ക്കളെയും കടിച്ചതായാണ് വിവരം. വെള്ളിയാഴ്ച രാവിലെ നാട്ടുകാർ ഈ നായയെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുകയായിരുന്നു. പഞ്ചായത്തംഗം രജിതയുടെയും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ പട്ടിയുടെ ജഡം പുറത്തെടുത്ത മലമ്പുഴ വെറ്റിനറി ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം വന്നെങ്കിലേ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കാനാവൂ. 11 മണിയാകുമ്പോൾ ഇവിടെ കിടക്കുകയായിരുന്നു. നായ ഒരു കത്ത് നായി എന്നാണ് പറഞ്ഞു. അത് കിടക്കുകയായിരുന്നു. കടിച്ചു ഈ തള്ളവിരല് വിരല് നന്നായി കടിയേറ്റോ? രാവിലെ എത്രയും ചോര ബ്ലഡ് പോലല്ലോ. എവിടേക്കാണ് കൊണ്ടുപോയതാ? പാലക്കാട്ടേക്ക് ആലത്തൂർ. പക്ഷേ പ്രകാശാട്ടിന് ഇവർ ആലത്തൂർ കൊണ്ടുപോയി 2 ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.